പശ്ചിമേഷ്യയിലെ സൈനിക രാഷ്ട്രീയ ഭൂപടം ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കാൻ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും തയ്യാറെടുക്കുന്നു. ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകീകൃത സുരക്ഷാ സഖ്യത്തിനാണ് ഇതോടെ തുടക്കമാവുന്നത്. കരാറിന്റെ എല്ലാ അടിസ്ഥാന വ്യവസ്ഥകളും മൂന്ന് രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കൾ ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരാറിൽ ഔദ്യോഗികമായി ഒപ്പ് വയ്ക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും വ്യാഴാഴ്ച തന്നെ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗനും കരാറിൽ ഒപ്പിടാൻ വ്യാഴാഴ്ചയോടെ റിയാദിലെത്തും. കഴിഞ്ഞ വർഷം പാകിസ്ഥാനും സൗദി അറേബ്യയും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിനു പിന്നാലെ മേഖലയിലെ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു സൈനിക ബ്ലോക്ക് രൂപീകരിക്കാൻ നീക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ തുർക്കിയെ കൂടി ഉൾപ്പെടുത്തി നിർണായക തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ആണവ ശക്തിയായ പാകിസ്ഥാനും വൻ സാമ്പത്തിക സ്രോതസ്സുള്ള സൗദിയും ശക്തമായ സൈനിക നിരയുള്ള തുർക്കിയും ഒന്നിക്കുന്നത് മേഖലയിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സൈനിക പരിശീലനങ്ങൾ, ആധുനിക ആയുധ കൈമാറ്റം, സംയുക്ത സുരക്ഷാ നീക്കങ്ങൾ എന്നിവയാണ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. സൗദി അറേബ്യയുടെ സാമ്പത്തിക ശക്തിയും പാകിസ്ഥാന്റെ ആണവ ശക്തിയും തുർക്കിയുടെ ആയുധബലവും ചേരുമ്പോൾ മേഖലയിൽ പുതിയ ശക്തി രൂപപ്പെടുകയാണ്. അതേസമയം ഇറാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് നിർണായകമാണ്. അമേരിക്കയും സംശയത്തോടെയാണ് പുതിയ കരാറിനെ നോക്കിക്കാണുന്നത്. ഇറാനുമായി സൗഹൃദം നിലനിർത്തുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും തുർക്കിയും. അമേരിക്കയെ മേഖലയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഇറാൻ ഗൾഫ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. 25,000 പാകിസ്ഥാൻ സൈനികരെ സൗദിയിൽ വിന്യസിക്കാൻ നേരത്തെ തയ്യാറാക്കിയ പ്രതിരോധ കരാർ പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 8,000 പാക് സൈനികർ നിലവിൽ സൗദിയിലുണ്ട്. പുതിയ കരാർ ഒപ്പുവെക്കുന്നതോടെ തുർക്കിയുടെ സൈന്യവും സൗദിയിലേക്ക് വരുമോ എന്നാണ് അറിയേണ്ടത്. കരാർ വ്യവസ്ഥകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും. അതേസമയം സുന്നി മുസ്ലിം സ്വത്വം, സാമ്പത്തിക താൽപര്യങ്ങൾ, ഇറാനുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ എന്നിവയിൽ വേരൂന്നിയ ഉഭയകക്ഷി ബന്ധമാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർ തമ്മിലുള്ളത്. ചരിത്രപരമായ സംഘർഷങ്ങളും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളും കാരണം സൗദി അറേബ്യയും തുർക്കിയും അകൽച്ചയിലായിരുന്നുവെങ്കിലും സമീപകാലത്ത് ഇരുവരും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലായി. ഇറാനെക്കുറിച്ചുള്ള പൊതുവായ സുരക്ഷാ ആശങ്കകളും സാമ്പത്തിക താൽപര്യങ്ങളുമാണ് അതിലേക്ക് നയിച്ചത്. പിന്നാലെ പ്രാദേശിക വിഷയങ്ങളിലെയും പ്രതിരോധ സംഭാഷണങ്ങളിലൂടെയും പരസ്പരം പിന്തുണയോടെയും ബന്ധം ശക്തിപ്പെട്ടു. മാത്രമല്ല, സൈനിക സഹകരണത്തിലേക്ക് നീങ്ങിയ ഇരു രാജ്യങ്ങളും ഊർജം, പ്രതിരോധം, ഇറാനെതിരായ നീക്കങ്ങൾ എന്നിവയിലും സഹകരണത്തിന്റെ പാതയിലാണ്. ശക്തമായ സൈനിക പങ്കാളിത്തമാണ് പാകിസ്ഥാൻ സൗദിയുമായി തുർക്കിയുമായും ഉള്ളത്. 1950-കളിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക ബന്ധം ആരംഭിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള യുദ്ധങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചു. തിരിച്ച് സപ്രസിലെ സംഘർഷങ്ങളിൽ തുർക്കിയെ പാകിസ്ഥാനും പിന്തുണച്ചു. 2000-ന് ശേഷം പാക് സൈനിക ഉദ്യോഗസ്ഥർക്ക് തുർക്കി പരിശീലനം നൽകി. നിലവിൽ ചൈനയ്ക്ക് പിന്നിൽ പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം 2015-നും 2024-നും ഇടയിൽ തുർക്കിയിൽ നിന്നുള്ള പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയിൽ 103% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ നാവിക ശക്തി വിപുലപ്പെടുത്താനും ആധുനികവത്കരിക്കാനും തുർക്കി സംഭാവന ചെയ്തിട്ടുണ്ട്. രാജ്യങ്ങൾ പതിവായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നുണ്ട്. തുർക്കി ഇപ്പോഴും പാകിസ്ഥാന്റെ കൂടെ ഒറ്റ ചങ്കായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുർക്കിയുടെ ഓരോ നീക്കങ്ങളും ശക്തമായി തന്നെ നിരീക്ഷിക്കുന്നത്. തുർക്കിക്കും ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കുന്നു, പാകിസ്ഥാനും ആയുധങ്ങൾ തുർക്കിക്ക് കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്.